മെട്രിക്സ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെയധികം സുപരിചിതമായൊരു വാക്കാണ്. പ്ലസ് ടുവിലാണ് ആദ്യമായിട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞ പദം കേൾക്കുന്നത്. പിന്നീട് ഡിഗ്രിക്കായിക്കോട്ടെ മാത്സിൻ്റെ ഏത് എൻഡിലേക്കും ആയിക്കോട്ടെ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ മെട്രിക്സും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും എല്ലാം തന്നെ പഠിക്കുന്നു. ഇത്രമേൽ നമ്മൾ മെട്രിക്സിനെ പറ്റി പഠിക്കുമ്പോൾ ഏതൊരു കുട്ടിയുടെയും ചിന്തയുണ്ടാവും, മെട്രിക്സിന് ഇത്രമേൽ അപ്ലിക്കേഷൻസ് ഉണ്ടോ? ഡെയിലി ലൈഫിൽ നമ്മൾ മെട്രിക്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ ഈ പറയുന്ന മെട്രിക്സിന്? ഏതൊരു കുട്ടിയെയും സ്വയം അലട്ടുന്ന ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്, നീ എന്തിനാ പഠിക്കണേന്ന്. അതെ, ഇതുപോലെ തന്നെ ഇതൊക്കെ എന്തിനാ പഠിക്കണേ എന്ന്. ആദ്യ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ അധികം സുപരിചിതമായിട്ടുള്ള മെട്രിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്പേഴ്സിനെ അല്ലെങ്കിൽ എലമെൻറ്റ്സിനെ നമ്മൾ റോസും കോളംസുമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മെട്രിക്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലാണ് നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മെട്രിക്സ് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒന്നുപോലും അറിയുന്നില്ല നമ്മൾ എവിടെയാണ് മെട്രിക്സ് ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് ഈ കാണുന്ന വീഡിയോയിൽ മെട്രിക്സ് എവിടെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഒന്ന് മാത്രമാണ് പറയുന്നത്. ഒന്ന് മാത്രമല്ല മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അനവധി ആപ്ലിക്കേഷൻസ് മെട്രിക്സിന് വേണ്ടിയുണ്ട്. സോ ഈ കാണുന്ന വീഡിയോ മൊത്തം വരുന്നത് കാണും. മെട്രിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കും. നിങ്ങൾക്കിതാ ഇവിടെ കൃത്യമായിട്ടൊരു ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ കാണുന്ന ഫോട്ടോ എങ്ങനെയാണ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും നമ്മളെന്താണ് ആലോചിക്കാത്ത വിഷയമാണ്. കാരണം കമ്പ്യൂട്ടർ മെഷീനാണ്. മെഷീൻ എന്താണ് കൃത്യമായിട്ടൊരു ഫോട്ടോ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കളെ, ഈ കാണുന്ന ഫോട്ടോ റീഡ് ചെയ്യുന്നത് പോലും മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ഏതൊരു ഫോട്ടോയ്ക്കും കൃത്യമായ ഡയമെൻഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന ഫോട്ടോ ഞാൻ പറയുന്നു 300x300 പിക്സൽസ് ആണെന്ന്. കൃത്യമായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ സൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ക്വയേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന ഓരോ സ്ക്വയേഴ്സ് നമുക്ക് ഓരോ പിക്സൽസ് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾക്കിതാ കൃത്യമായിട്ട് ഈ കാണുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പരിശോധിക്കാം. എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതാ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന ഫോട്ടോ ബേസിക്കലി കംപ്ലീറ്റ് ഒരു മെട്രിക്സ് ആണ്. ഈ കാണുന്ന മെട്രിക്സിന് നമ്മൾ എന്താണ് ഓരോ വാല്യൂസ് കൊടുക്കുന്നു. ബേസിക്കലി 0 മുതൽ 256 വരെയുള്ള വാല്യൂസ്. 0 മീൻസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി വൈറ്റ്. 0 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വൈറ്റ് ആയിട്ടാണ്. ആൻഡ് 256 മീൻസ് അത് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. 256 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അത് ബ്ലാക്ക് ആയിട്ടാണ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുക. സോ ഇത്തരത്തിലാണ് നമുക്കെന്ത് കമ്പ്യൂട്ടർ റീഡിംഗ് വരുന്നത്. ഈ പറയുന്ന 0-ൻ്റെയും 256-ൻ്റെയും ഇടയിലുള്ള ഓരോ വാല്യൂസും കമ്പ്യൂട്ടറിന് ഓരോ ഷെയ്ഡ്സ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ 100 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുകയാണെങ്കിൽ, 100 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് ഒരു ഗ്രേ ഷെയ്ഡ് ആയിരിക്കാം. സോ ഇത്തരത്തിൽ നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് എവിടെയൊക്കെയാണോ കളേഴ്സ് വേണ്ട, എവിടേക്കാണോ ഗ്രേ വരുന്നത്, എവിടേക്കാണോ ബ്ലാക്ക് വരുന്നത്, എവിടേക്കാണോ ബ്ലാക്കിൻ്റെ ഷെയ്ഡ്സ് വരുന്നത്, എല്ലാം തന്നെ ഓരോ വാല്യൂസ് ആയിരിക്കും. സോ ഈ കാണുന്ന മെട്രിക്സ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിലാണ് ഒരു കമ്പ്യൂട്ടർ ഫോട്ടോ റീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു സംശയമായിരിക്കും, കളേർഡ് ഫോട്ടോ എത്തരത്തിലാണ് റീഡ് ചെയ്യുക എന്ന്. മക്കളെ, അതും മെട്രിക്സ് ഉപയോഗിച്ച് തന്നെയാണ് റീഡ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ പറയുന്ന 3 കളേഴ്സ് ഉപയോഗിച്ച് ഈ ലോകത്തുള്ള എല്ലാ കളേഴ്സും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന്. സോ മെട്രിക്സ് തന്നെയാണ് ഏതൊരു കളേർഡ് ഫോട്ടോ ആയിക്കോട്ടെ, ഏതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിക്കോട്ടെ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എല്ലാം തന്നെ മെട്രിക്സ് രൂപത്തിലാണ് ഒരു ഫോട്ടോ റീഡ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് എന്തിനാ പഠിക്കുന്ന സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ഓൾ. താങ്ക് യു.